വീഡിയോ ഒന്നുമല്ല, വീട്ടിലേക്ക് പോണ വഴിയാണ് കേട്ടോ. അവിടെ ഇന്ന് ചെറിയ ഒരു വിശേഷമുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എന്താണെന്നുള്ളത് അവിടെ എത്തിയിട്ട് ഞാൻ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണമായിരിക്കും. സത്യം പറഞ്ഞാൽ വർത്തമാനം പറയാൻ പോലും വയ്യ, നല്ല വിശന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരാൾ പറഞ്ഞു വീട്ടിൽ നിന്നൊന്നും ഫുഡ് കഴിക്കണ്ട, നമുക്ക് പോണ വഴിക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞ വ്യക്തിയാണ് ദേ ഇരിക്കുന്നത് കേട്ടോ. ഞാൻ അപ്പോഴും പറഞ്ഞു വിശക്കുന്നില്ല. അപ്പൊ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് പോണ വഴിക്ക് കഴിക്കാന്ന് പറഞ്ഞപ്പോ ഞാനും അത് വിശ്വസിച്ച് ഈ വണ്ടി കയറിയിരുന്നു. കുഴപ്പമില്ല, നമുക്ക് പോണ വഴിക്ക് ഇതിനു മുമ്പ് നമ്മളൊരു ചെറിയ വ്ളോഗ് ഇട്ടില്ലേ, രാജേട്ടന്റെ ചായക്കട, അവിടെ നിന്ന് കഴിക്കാം. അവിടെ ആകുമ്പോ നല്ല നമ്മളെ തിന്നാത്തതെല്ലാം കിട്ടും. അവിടെ പറഞ്ഞു വിശക്കും. അപ്പൊ ഞാനും വിചാരിച്ചു വലിയ വിശപ്പൊന്നും എടുക്കുന്നപ്പോ സത്യമായിട്ടുണ്ടല്ലോ എനിക്ക് വിശന്നിട്ട് എന്റെ മോൻ കാണുമ്പോ അറിയായിരിക്കും കരിഞ്ഞിട്ടിരിക്കുന്ന അവസ്ഥയിലും അതുപോലെ തന്നെ ദേഷ്യം കൊണ്ട് എനിക്ക് അങ്ങനെ ശരിക്കും വരുന്നുണ്ട്. ശരി, 15 മിനിറ്റ് കൂടെ ഉള്ളൂ, 15 മിനിറ്റ് കൊണ്ട് എത്തും. 15 മിനിറ്റ് കൊണ്ട് എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ അടുത്ത വ്ളോഗിൽ വരുന്നതായിരിക്കും. അത്രത്തോളം എനിക്ക് വിശക്കുന്നുണ്ട്. അതാ കുടല് കരിഞ്ഞ ഒരാൾ അവിടെ ഇരിപ്പുണ്ട്, ഒരുത്തരുണ്ട് അവിടെ മറിഞ്ഞിരിക്കും. എന്തായാലും തക്കോ മട്ടൻ പോട്ടി, മട്ടൻ ലിവർ എല്ലാം കിട്ടും അവിടെ. അത് കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ജീവനും കൂടി വേണം. നല്ല വിശപ്പുണ്ട് സത്യം, കാരണം ഇത്രയും നേരം ഇങ്ങനെ വിശന്നിരിക്കണ പതിവില്ല. അതുപോലെ തന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയത് കൊണ്ടും ഈ സമയം കൂടി ആയപ്പോഴത്തേനുണ്ടല്ലോ നല്ലോണം വിശക്കാൻ തുടങ്ങി കേട്ടോ. അപ്പൊ ഇനി ബാക്കി അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ എനിക്കറിയില്ല, കാരണം വിശക്കണോണ്ട് വീഡിയോ എടുക്കില്ല, കഴിക്കാനാണ് നിൽക്കുക. പക്ഷെ വീട്ടിലേക്ക് പോകണ്ട, ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു വിശേഷമുണ്ട്. കുമ്പളങ്ങിയും കോഴിയിറച്ചിയും അവിടുത്തെ സ്പെഷ്യലാണ്. കുമ്പളങ്ങിയും കോഴിയിറച്ചി അത് കഴിക്കാൻ ഇങ്ങനെ പട്ടിണിക്കിട്ട് കൊണ്ടുപോകണം കേട്ടോ. അതും കൂടെ നിങ്ങൾ ആലോചിക്കണം. അവിടെ എത്തിയിട്ട് ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ വീട്ടിൻ്റെ അങ്ങോട്ട് പോണത് വിശേഷമുണ്ട് അവിടെ ചെറിയൊരു. എന്താന്നുള്ള അവിടെ എത്തിയിട്ട് പറയാം. പോണതിന് മുമ്പ് അതിൻ്റെ വീഡിയോസുകൾ മാക്സിമം എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അത്രയും അങ്ങോട്ട് നോക്കിക്കോ, നമ്മുടെ രാജേട്ടൻ യാക്കര പുഴയാണ് കേട്ടോ. അത് യാക്കര പാലം. ഇത് യാക്കര പുഴയല്ല, ഇത് യാക്കര പാലം. അത് യാക്കര പുഴയല്ലേ? അതെ, ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം രാജേട്ടൻ്റെ കട. അപ്പോഴത്തെ എനിക്ക് എൻ്റെ വിശപ്പ് കൂടാൻ തുടങ്ങി. നമുക്ക് നേരെ രാജേട്ടൻ കടയിൽ നിന്ന് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നൊന്നും അറിയില്ല. നമുക്കൊന്ന് പോയി രാജേട്ടനോട് നമുക്ക് ചോദിക്കില്ല, എന്നെ കൊണ്ടുപോകണം ഏട്ടൻ ചോദിക്കും, കാരണം എനിക്കതൊന്നും ചോദിക്കാനുള്ള സമയമില്ല. മെത്തി സ്ഥലമെത്തി തിരക്കുണ്ടോടാ സ്വത്തു നോക്ക്. ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ട് എനിക്ക് വിശന്നിട്ട് കണ്ണു കാണാൻ പറ്റില്ല. പരിഹാരം ഉണ്ടാക്കാം. ഞണ്ട് മരിച്ചു കൊടുക്കുന്നു. അത് മുഴുവൻ ഞണ്ടാണ് അവിടെ വയറ്റി കിടന്നു. എന്താണ് രണ്ടാൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീടൊക്കെ കഴിച്ച് പല്ലിലൊക്കെ കുത്തി കാര്യമായ ഡിസ്കഷനിലാണ് കേട്ടോ അച്ഛനും മോനും കൂടിയിട്ട്. അച്ഛ എനിക്ക് ഞണ്ട് തിന്ന് മതിയായിട്ടില്ല എന്നൊരാൾ പറയണു. അപ്പോൾ അച്ഛൻ പറഞ്ഞു പോട്ടെ മനസ്സാരില്ല, നമുക്ക് അടുത്ത വട്ടം നോക്കാം, ഇതിൻ്റെ വേറെ ഇനിയും ഗ്യാപ്പുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ കാര്യമായിട്ട് കഴിച്ചു. വയറ് ഫുള്ളായിട്ട് മറ്റേ ഈ സാധനം എൻ്റെ പേര് സ്വത്ത് വീടാണ്. അങ്ങനെ കഴിക്കണം. കഴിക്കുമ്പോൾ വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ വിശപ്പായതുകൊണ്ട് പറഞ്ഞല്ലോ. കഴിച്ചെന്തായിരുന്നു 3-5 കോഴിയിറച്ചിയും കുമ്പളങ്ങയും ഞണ്ടുണ്ടായിരുന്നു. ഒന്ന് അത് ജിലേബിയ, പിന്നെ മട്ടൻ്റെ തലക്കറി, ചിക്കൻ്റെ പാർസൽ, ഇത്രയും കുറച്ച് സാധനങ്ങൾ മാത്രം കഴിച്ച് വയറ് നിറച്ച് നേരെ വീട്ടിലേക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ.